ആ വരൂ. നമസ്കാരം സാറേ. നമസ്കാരം സാർ. നമസ്കാരം. പറയൂ സാർ, ഞങ്ങൾ 4 പേര് ചേർന്ന് ബസ് ബോഡി ബിൽഡിംഗ് കമ്പനി തുടങ്ങിയിട്ടുണ്ട്. അത് ശരി. അതെ സാർ. സാർ, ഞങ്ങളെ വിശ്വസിച്ചൊരു ചെയ്സ് തരാമോ സാർ? ഞങ്ങൾ നല്ല രീതിക്ക് ബോഡി കെട്ടിത്തരാം സാർ. ഇതിനു മുമ്പ് എവിടെ ജോലി ചെയ്തേ? ചേട്ടനെടുത്താ സാർ. ഏതുപോലത്തെ ബസ്സിനാണ് ബോഡി കെട്ടുക? സ്റ്റാഫ് ബസ്, സ്ലീപ്പർ ബസ്, ട്രാവൽസ്, ഇതുപോലത്തെ എല്ലാ വണ്ടിയുടെ ബോഡി വർക്ക് ചെയ്യും സാർ. തൽക്കാലത്തേക്ക് ചെയ്സ് എടുക്കുന്ന ഐഡിയ ഒന്നുമില്ല. എടുക്കുമ്പോൾ അറിയിക്കാം കേട്ടോ. ആ സമയത്ത് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഈ പ്രായത്തിൽ ഇതുപോലൊരു ശ്രമത്തിന് എന്റെ അഭിനന്ദനം. താങ്ക് യു സാർ. ശരി, പോയിട്ടില്ല സാർ. നന്നായി വരട്ടെ. സാറേ, ഞങ്ങൾ 4 പേരും കൂടി ചേർന്ന് ഒരു ബസ് ബോഡി ബിൽഡിംഗ് കമ്പനി തുടങ്ങിയിട്ടുണ്ട് സാറേ. ഞങ്ങൾക്കൊരു ചേസ് താ സാറേ, നന്നായിട്ട് ബോഡി ഉണ്ടാക്കി തരാം. ആരുടെ ജോലി ചെയ്തേ? സാർ, ചേട്ടൻ്റെ അടുത്താ സാർ. ചേട്ടനെടുത്തല്ലേ? ആ ചെല്ലേ. അവിടെ നിന്ന് നന്നായിട്ട് ജോലി പഠിച്ചിട്ട് പിന്നെ വാ. മൊട്ടന്ന് ഇതുവരെ വിരിഞ്ഞിട്ടില്ല. അതിന്റെ ഉള്ളിൽ കമ്പനി തുടങ്ങി എന്ന് പറഞ്ഞു നിക്ക. എന്ത് വിശ്വാസാ നിങ്ങക്ക് ഞാൻ ചെയ്സ് തരണ്ടേ? ഇതെന്താ സാധാരണ ജോലിയാണെന്നാണോ പ്ലീസ് പോവാൻ പറഞ്ഞില്ലേ? പോടാ. ചുമ്മാ ആൽബം പൊക്കിക്കൊണ്ട് വന്നേക്കുവാ. ഡിസൈനൊക്കെ നന്നായിട്ടുണ്ട്. ഒരു ചേസിനെ ബോഡി കെട്ടി കാണിച്ചതാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. സാർ, നിങ്ങൾ ചെയ്സ് തന്നാലല്ലേ ബോഡി കെട്ടിത്തരാൻ പറ്റൂ. ഞങ്ങളെ വിശ്വസിച്ചൊരു ചെയ്സ് ഏൽപ്പിക്കും സാർ. അതെ സാർ, വലിയ കമ്പനിയല്ലേ, എത്ര പേർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കൊരു അവസരം എന്താ സാർ? SK ട്രാവൽസ് എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നാണ് എൻ്റെ അർത്ഥം. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കണം. ഇത് ഡ്രൈവർ കണ്ടക്ടർ ജോലി എന്നല്ലോ. അവസരം ചോദിച്ചാൽ കൊടുക്കാനായിട്ട് 1 കോടി 1.5 കോടി ചെലവ് ചെയ്തിട്ട് ബസ്സിന്റെ ബോഡി മര്യാദയ്ക്ക് നിർമ്മിച്ചില്ലെങ്കിൽ ആ ബസ് വേസ്റ്റ് അല്ലേ? ഇൻവെസ്റ്റ് ചെയ്തത് ടോട്ടൽ ലോസ്. നിങ്ങൾക്കെന്താ? കൈ മലച്ചിട്ട് നിങ്ങൾ പോവും. നഷ്ടം ഉണ്ടാവുന്നത് എനിക്കല്ലേ? അങ്ങനെയൊന്നും സംഭവിക്കില്ല സാർ. നിങ്ങൾ പറയുന്ന പോലെ ബോഡി ഉണ്ടാക്കി തരാം. നിങ്ങൾക്കെന്താ? 4 കമ്പിയും കുഴിച്ചിട്ടിട്ട് ഒരു ഷീറ്റ് വിരിച്ചിട്ടിട്ട് കമ്പനി തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഒരു കൊട്ടേഷൻ എവിടെയെങ്കിലും വാങ്ങിച്ചോണ്ട് വരും. എന്ത് വിശ്വാസത്തിലാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്? അല്ല സാറേ, ഞങ്ങളെ വിശ്വസിച്ച് ഒരേ ഒരു ചേസ് മാത്രം എന്താ? നിങ്ങളുടെ വിശ്വാസം ഞങ്ങളെ കാക്കും സാറേ. ആദ്യം പ്രൂവ് ചെയ്തിട്ട് വാ, എന്നിട്ട് നമുക്ക് നോക്കാം. എനിക്ക് ഒരുപാട് പണിയുടെ കൂടെ പോവാൻ നോക്ക്. പോകാനല്ലേ പറഞ്ഞത്? താലം വിടാൻ നോക്കേ. എന്താ പോയില്ലേ? പോകാനല്ലേ പറഞ്ഞത്? രാജ, ഇതെന്താ ലാസ്റ്റ് ചാൻസ് ആണോ? അല്ല മഹാ. പിന്നെ എന്തിനാ മുഖം കറുപ്പിച്ചിട്ട് ഇത്രയും വിഷമിച്ചിരിക്കണേ? എക്സാമിൽ ഫെയിൽ ആയ സ്റ്റുഡൻസിനെ പോലെ ഉണ്ട് കാണാൻ. ജീവിതത്തിലെ ഫസ്റ്റ് ഫെയിലിയർ താങ്ങുന്നത് ഭയങ്കര കഷ്ടമാണ്. പക്ഷെ ആ സമയത്താണ് വിശ്വാസം കൈവിടാതിരിക്കേണ്ടത്. ലോകത്തിൽ സക്സസ് ആയവരെല്ലാവരും നിങ്ങളെപ്പോലെ ആദ്യം ഫെയിലിയർ ആയവർ തന്നെയാണ്. അതുകൊണ്ട് ചുമ്മാ ഫീൽ ചെയ്തുകൊണ്ട് ഇരിക്കാതെ അടുത്തത് എന്ത് ചെയ്യാന്ന് ആലോചിക്കുക എല്ലാരും കൂടെ. എടാ പാണ്ടി, ദേ നിന്റെ അമ്മാവൻ വന്നിരിക്കുന്നു. വരൂ മാമ. ഇരിക്ക്. അല്ല, ഇരിക്കൂ. ഇരിക്കുന്നേ, കുഴപ്പമില്ല, ഇരിക്കുന്നേ. നിങ്ങൾക്ക് സുഖമല്ലേ മാമ? കുഴപ്പമില്ലാണ്ട് പോണു മരുമോനെ. സോറി മാമ, കുറച്ച് ലേറ്റായി പോയി. ഈ മാസം എങ്ങനെയെങ്കിലും ഞാൻ റെഡിയാക്കി തരാം മാമ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അതിനൊന്നുമല്ല, ഞാൻ അതിനുവേണ്ടി വന്നതല്ല. നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാ. ഇപ്പൊ നിങ്ങളുടെ ആലോചനയില കമ്പനി ഡെവലപ്പ് ചെയ്യുന്നതിലായിരിക്കണം. നിങ്ങളൊക്കെ വലിയ ആൾക്കാരായിട്ട് വളരണം, അതാണ് എന്റെ ആഗ്രഹം. ശരി മാമ. ശരി മക്കളെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്താ മാമ, വന്ന ഉടനെ തന്നെ പോവാൻ പറഞ്ഞേ? കുറച്ചേരി ഇരിക്കേ. നിങ്ങളെയൊക്കെ ഒന്ന് കാണുന്നു വിചാരിച്ചു. കണ്ടു, ഞാൻ ഇറങ്ങണം. ഇവിടെ അടുത്തൊരു ചെറിയ ജോലിയുണ്ട്. ഞാൻ പിന്നെ നോക്കിയിട്ട് പിന്നെ വരാം. ശരി മോനെ. ശരി മാമ. പോയിട്ട് മോനെ. പോയിട്ട് പോയിട്ട് വരും. ചുറ്റുമുള്ളവരൊക്കെ എങ്ങനെ ജീവിക്കുന്നേ? അത് കണ്ടെങ്കിൽ ഒന്ന് നന്നായിക്കൂടെ? അനീത്തിയുടെ മോനെയും കൊണ്ട് നടക്കാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവനെ കടം വാങ്ങി കൊടുക്കരുതെന്ന്. ഇപ്പൊ കടം തന്നവൻ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുക. അവനോട് ആരുത്തരം പറയും? മര്യാദയ്ക്ക് കടം വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുത്തിട്ട് വീട്ടിനുള്ളിൽ കയറിയാൽ മതി.
മാമനെ കടക്കാരനെ എങ്ങനെയും മാനേജ് ചെയ്യൂടാ, പക്ഷെ മാമിയെ മാനേജ് ചെയ്യാനാ പാട്. അതുകൊണ്ടാണ് വന്നിട്ട് പോയത്. ഫൈനാൻസുകാരൻ ശല്യം ചെയ്യുന്നുണ്ടല്ലേ? അതെ. നിനക്ക് ചീട്ടടക്കണ്ടേ? ശരിയടാ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് തിരിച്ച് ചേട്ടൻ്റെ അടുത്ത് തന്നെ ജോലിക്ക് പോയാലോ? ആഹാ, ഇതാരാ ഇതൊക്കെ? വരൂ. എടാ അവിടെ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? പണി തീർക്കാൻ നോക്കടാ. വെറുതെ വായിലൊന്ന് വർത്താനം പറഞ്ഞ്. ഇതാരാ? മുതലാളിമാരോ? മുതലാളിയായിട്ടല്ലേ ചേട്ടാ വന്നേ, തൊഴിലാളിയായിട്ടാ വന്നേ. അല്ല, എന്തു പറ്റി? ചേട്ടാ, പോയടുത്തു നിന്നും ആരും ഇതുവരെ ഞങ്ങൾക്ക് ഒരു ചേസും തന്നില്ല. എല്ലാവരും ഞങ്ങളെ ഒരേ കാരണം തന്നെ പറഞ്ഞ് മടക്കുക ചേട്ടാ. ഒരിടത്ത് കൊട്ടേഷൻ കൊടുത്തിട്ട് പോ, ചേസ് വരുമ്പോൾ വിളിക്കാന്നാ പറയുന്നത് ചേട്ടാ. എന്താ ചേട്ടാ ചെയ്യുന്നേ? നല്ല കമ്പും നട്ട് ഷെഡും കെട്ടി ഞങ്ങളും കമ്പനി തുടങ്ങിയെന്ന് പറഞ്ഞ് കൊട്ടേഷനും പൊക്കിക്കൊണ്ട് വന്നിരിക്കുക. നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചാ ചേസ് കൊടുക്കുന്നതെന്നാ ചോദിക്കുന്നത് ചേട്ടാ. എന്തെങ്കിലും ഒരു ചേസിന് ബോഡി കെട്ടി കാണിക്കേ, അതിനുശേഷം നോക്കാമെന്നും പറഞ്ഞയക്കുക. അല്ല, അവര് പറയുന്നത് ശരിയാ. എന്ത് വിശ്വാസത്തിലാണ് നിങ്ങൾക്ക് ചേസ് തരുന്നത്? ഒന്ന് പ്രാക്ടിക്കലായിട്ട് ആലോചിച്ചേ. ചേട്ടാ, ആരും ചേസ് തരാതെ ഒരു ബസ്സിന് ബോഡി കെട്ടി കാണിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാ? നിങ്ങൾ പറയുന്നത് ശരിയാ മക്കളെ. ഞാനും ജീവിതത്തിൽ ഇതുപോലെ തലകുനിച്ച് നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞ 1 അല്ല 100 പ്രാവശ്യം ശ്രമിക്കണമെന്ന്. നിങ്ങളൊന്നല്ലെങ്കിൽ 4 പേരുണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഡെയിലി ഓരോ കമ്പനി കയറി ഇറങ്ങി നടന്നു. എന്റെ ഈ കഷ്ടപ്പാടും ശ്രമവും കണ്ട് ഒരു മുതലാളി എന്നിൽ വിശ്വാസം അർപ്പിച്ചു. ആ വിശ്വാസം ഞാൻ സംരക്ഷിക്കുകയും ചെയ്തു. ആ വിശ്വാസമാണ് നിങ്ങളിത് ഇവിടെ കാണുന്നത്. ആരാണോ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളെ നേരിടുന്നതോ അവൻ ജയിച്ചിരിക്കും. അങ്ങനെ ജയിക്കുന്നവന്റെ പുറകെയാണ് ഈ ലോകം തന്നെ ഓടുന്നത്. ഇന്ന് എൻ്റെ അടുത്ത് വരുന്ന മുതലാളിമാരെല്ലാം തന്നെ ഒരു സമയത്ത് തന്നെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളിയവന്മാരാ. അല്ല, ബാല എന്തി? അവന് തീരെ സുഖമില്ലേട്ടാ. ഈ പ്രശ്നങ്ങളൊക്കെ കാരണമായിരിക്കും അവന് സുഖമില്ലാണ്ടായത്. അല്ല, ഇപ്പൊ എന്താ നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങളുടെ കഴിവ് പ്രൂവ് ചെയ്യാനായിട്ട് ഒരു ചേസ് വേണം, അത്രയല്ലേ ഉള്ളൂ. ദേ, ആ ചേസ് എടുത്തോണ്ട് പോക്കോ. നിങ്ങളുടെ പുറത്ത് ഞാൻ വിശ്വാസം കാണിച്ചില്ലേ, പിന്നെ വേറെ ആര് കാണിക്കാനാ? വളരെ നന്ദി ചേട്ടാ. വളരെ നന്ദി ചേട്ടാ.